Hello. വിസ്മയ അവിടെ ഉണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് നയിമ. Good evening, sir. ഓഡിബിൾ അല്ലേ? Yes, sir. ഓക്കെ ഓക്കെ. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോണു? അറിയില്ലേ, ഇനി 2 ആഴ്ച മാത്രമേ ഉള്ളൂ. 28-ന് എക്സാം ആണെന്നുള്ളത്. സെറ്റ് അല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്, സർ. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് ഫിബ്ന. ഗുഡ് ഈവനിങ്, സർ. അത് സെറ്റ് അല്ലേ? പ്രിപ്പറേഷൻ ഒക്കെ സെറ്റ് അല്ലേ? പ്രാവശ്യം നല്ല റാങ്കോട്ട് അടിക്കൂലേ എല്ലാരും? ഓക്കെ സെറ്റ്. നമുക്ക് തുടങ്ങാം. സ്ക്രീൻ വിസിബിൾ അല്ലേ എന്ന് പറയണേ. എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണത്തില്ല. ഓക്കെ. സോ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് 5 ഇയർ പ്ലാൻസ്. ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പം ഗ്രൂപ്പിൽ 5 ഇയർ പ്ലാൻസ് ഇടുന്നുണ്ട്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ 5 ഇയർ പ്ലാൻസ്? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സോ ഇപ്പോ NTA ഒരു നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ലൊരു ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആയിട്ട് ഇന്ത്യൻ എക്കണോമിയുടെ ഈ ഒരു ഭാഗമൊക്കെ ഇന്ത്യൻ എക്കണോമി മാറി വരുന്നുണ്ട്. കാരണം NTA നെറ്റ് എക്സാമിലൊക്കെ ഈ ഒരു പോർഷൻസിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CUT PGയുടെ തന്നെ ഒരു ട്രെൻഡ് വൈസ് നോക്കുമ്പോൾ ഈ ഓരോ വർഷങ്ങൾ കൂടുന്തോറും കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ വർഷവും കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ എക്കണോമിയും മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെ നന്നായിട്ട് പറ്റുന്നത്ര രീതിയിൽ പഠിക്കണം. ഓക്കെ. സോ നമ്മുടെ നാഷണൽ ഇൻകം, നിങ്ങൾക്ക് മാക്രോയിൽ നാഷണൽ ഇൻകം പഠിച്ചിട്ടുണ്ടാവും. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. ആദ്യം തന്നെ there was no systematic effort made to calculate national income of India before independence. ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി ആരാന്നറിയോ? ദാദാബായ് നവറോജി കേട്ടിട്ടുണ്ടോ ഈ പേര്? ദാദാബായ് നവറോജി എന്നുള്ളത് എങ്ങനെ? ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ഒക്കെ ആളാണ്. പിന്നെ ഇയാള് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരാളാണ്. ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. പിന്നെ INC കേട്ടില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INCയുടെ 3 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ഈ ദാദാബായ് നവറോജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ കാലത്തെ, അതായത് ഈ INC തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ സമയത്തും അതിനു മുമ്പ് ആദ്യകാല സ്വാതന്ത്ര്യ സമര നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ദാദാബായ് നവറോജി എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ ദാദാബായ് നവറോജി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്ത ഒരാൾ. ആൻഡ് ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് വാസ് അഡോപ്റ്റഡ് ബൈ പ്രൊഫസർ PK RV റാവു. 1931-32 ഒരു സയന്റിഫിക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത ഒരാളാണ് VK RV റാവു എന്ന് പറഞ്ഞത്. പക്ഷെ അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നില്ല. ആൻഡ് ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് പ്രൊഫസർ PC മഹാലനോബിസ് ആണ്. 1949, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഒരു ഒഫീഷ്യൽ അറ്റംപ്റ്റ് നടക്കുന്നത്. ഇന്ത്യൻ, അതായത് നാഷണൽ ഇൻകം അറ്റംപ്റ്റ് ചെയ്യാനുള്ള, അതായത്
ഒരു ഒഫീഷ്യൽ അറ്റംപ്റ്റ് നടത്തുന്നത് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം 1949 PC മഹാലനോബിസ് ആണ്. അദ്ദേഹമാണ് നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നത് ആ സമയത്തുള്ള. സോ ചില സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഹു വാസ് ഹെഡ് ഓഫ് ദി നാഷണൽ ഇൻകം കമ്മിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, നോട്ട് ചെയ്യാം. PC മഹാലനോബിസ് ആണ്. പിന്നെ മുതൽ ഇപ്പൊ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് CSO എന്ന് പറയുന്നത്. ഈ CSO ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാന്ന് അറിയോ? CSO വരുന്നത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും? എനി ഗസ്? ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കീഴിലാണ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ വരുന്നത് കേട്ടോ. മറക്കരുത്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അതിന്റെ കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇപ്പോ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുന്നത്, നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. ഓക്കെ, and CSO has been making estimates till now. Presently, the base year from which India is measured 2004-2005 ആണ്. 2011-12 മാറ്റുന്നവർ മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് 1 minute, ആ ഒരു ചെറിയൊരു എറർ വന്നതാണ്. രണ്ടായിരത്തി 2015 ശേഷം ഇത് 2011-12 ആക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ചെറിയൊരു എറർ വന്നതാണ് ഇവിടെ, ഇത് നോക്കണ്ട. പ്രസന്റ്ലി 2011-12 ആണ് ബേസ് ഇയർ. ഓക്കെ, അടുത്തതാണ് നമുക്ക് നമ്മുടെ വാരിയസ് പ്ലാൻസ്. അതായത് ഈ 5 year പ്ലാൻ വരുന്നതിന് മുമ്പ് കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്ലാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബോംബെ പ്ലാൻ ആണ്. ബോംബെ പ്ലാൻ ആണ് ഫസ്റ്റ് പ്ലാൻ ഇന്ത്യയിൽ. അത് ഒരു കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് കൊണ്ടുവന്ന ഒരു പ്ലാൻ ആണ്, ബൈ ഇൻഡസ്ട്രിയലിസ്റ്റ്. 1943 കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് കൊണ്ടുവന്നതാണ് ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്ലാൻ ആണ് 1944 ഗാന്ധിയൻ പ്ലാൻ. ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്ന ആളാണ് SN അഗർവാൾ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് വെച്ചാൽ, ഈ ഗാന്ധിയൻ പ്ലാൻ പ്രൊപ്പോസ് ചെയ്ത ആളാരാ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളാരാ, അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാന് ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1940 ഗാന്ധിയൻ പ്ലാൻ വന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലാൻ ആയിരുന്നു ഗാന്ധിയൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലാൻ ഏതാണ്? ബോംബെ പ്ലാൻ ആണ്. സോ ഓർമ്മയിൽ ഉണ്ടാവുക, ബോംബെ പ്ലാൻ ആണ് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ബോംബെ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഒരു നഗരമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മ വേണം, അതൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടിയിട്ട് കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടി ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത പ്ലാൻ ആണ് ഗാന്ധിയൻ പ്ലാന്. ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്ന ആളാണ് SN അഗർവാൾ എന്ന് പറഞ്ഞ ആള്, 1944. അതുപോലെ തന്നെ 1944 വന്ന വേറൊരു പ്ലാൻ ആണ് പീപ്പിൾ പ്ലാൻ എന്ന് പറഞ്ഞത്. MN റോയ്. MN റോയ് ആരാന്നറിയോ? MN റോയ് കേട്ടിട്ടുണ്ടോ? MN റോയ് ആരാന്നുള്ളത്? ഗൈസ്, MN റോയിനെ കേട്ടിട്ടുണ്ടോ? MN റോയ് ആണ് ഫൗണ്ടർ ഏത് പാർട്ടിന്റെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആണ് MN റോയ് എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ജനങ്ങളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ജനങ്ങളുടെ പ്ലാൻ MN റോയ്, അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, 1944 പീപ്പിൾ പ്ലാൻ ആണ് MN റോയ് കൊണ്ടുവന്നത്. അടുത്തതാണ് സർവോദയ പ്ലാൻ, JP നാരായണൻ. വീണ്ടും അഗെയിൻ ഒരു എന്താ പറയാ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഒരാളാണ് JP നാരായണൻ എന്ന് പറയുന്നത്. ആള് കൊണ്ടുവന്ന 1950 കൊണ്ടുവന്ന ഒരു പ്ലാൻ ആണ് സർവോദയ പ്ലാൻ. ഓക്കെ, വേറൊരു കാര്യം ഇവിടെ പ്ലാനുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്,
ഫസ്റ്റ് പ്ലാന്, വേൾഡിൽ ഫസ്റ്റ് പ്ലാൻ, ഇങ്ങനെ ഒരു പ്ലാന് കൊണ്ടുവന്നിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ 1928 അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാന് കൊണ്ടുവന്നിട്ടുള്ളത് ജോസഫ് സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോ 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാന്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1951-56. ഈ 5 ഇയർ പ്ലാനിന് മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ഇപ്പൊ എന്താണ് അതിന് പകരം? നീതി ആയോഗ്. നീതി ആയോഗാണ്. ഓക്കെ, റൈറ്റ്. സോ പ്ലാനിംഗ് കമ്മീഷൻ വന്നത്, നോട്ട് ചെയ്തോളൂ, പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത് 15 മാർച്ച് 1950. 1950 15 മാർച്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ അല്ലെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ഒഫീഷ്യോ ആയിട്ട് വരുന്നത്, എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സോ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ് ആരായിരിക്കും? ഒബ്വിയസ്ലി ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡിസോൾവ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 17 2014. മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസോൾവ് ചെയ്തിട്ടുള്ളത് 2014 ഓഗസ്റ്റ് 17. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നോക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951-56, അതായത് സ്വാതന്ത്ര്യം കിട്ടി 1950 നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നു. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് 1951-56. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹരോഡ് ഡോമർ സ്ട്രാറ്റജി ആയിരുന്നു. അത് ഓർമ്മിക്കുക. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗം നിങ്ങൾ എന്തായാലും നന്നായി സൂക്ഷിച്ച് നോക്കണം. അതായത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കണം. എക്സാമിൽ അതാണ് ചോദിക്കുക. ഏത് ഇയറിലായിരുന്നു ഹരോഡ് ഡോമർ സ്ട്രാറ്റജി വന്നിരുന്നത്? അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. സെക്കൻഡ് 5 ഇയർ പ്ലാനിലായിരുന്നു ഹരോഡ് ഡോമർ സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. ഹരോഡ് ഡോമർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് 1951-56 വരുന്നത് എന്നുള്ളത്. ഓക്കെ, മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? അഗ്രികൾച്ചർ. ഒബ്വിയസ്ലി നമ്മൾ ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു ആ സമയത്ത്. പണ്ട് മുതലേ ഇന്ത്യ എന്ന് പറയുന്ന അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ഫോക്കസ് എന്ന് പറഞ്ഞിരുന്നത് അഗ്രികൾച്ചറിനായിരുന്നു. ഓക്കെ, സോ ഇതിന്റെ ആർക്കിടെക്ട്, ഈ പ്ലാന്റ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് KN രാജ്വാസ് ആയിരുന്നു. KN രാജ്വാസ്. സോ ടാർഗറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3.6% അച്ചീവ് ചെയ്തിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ സമയത്ത് ഉള്ള ഒരു മെയിൻ ഇറിഗേഷൻ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അഗ്രികൾച്ചറിന് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഇറിഗേഷൻ പ്രോജക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട പ്രൊജക്ട്സ് ആണ് ബഖ്ര, ഹിരാക്കുണ്ട്, മേറ്റൂർ ഡാം, ദാമോദർ വാലി ഡാംസ്, ദാമോദർ നദിയിലുള്ള ദാമോദർ വാലി ഡാംസ്. ഓക്കെ, അടുത്തതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1956-61. അതിൽ വരുന്നതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ മഹാലനോബിസ് പ്ലാൻ. മഹാലനോബിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാലനോബിസ് ആരായിരുന്നു? മഹാലനോബിസ് ആരാ? നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ മഹാലനോബിസ്? നിങ്ങൾ പഠിച്ചിട്ടില്ല? കോളേജിൽ പഠിച്ചിട്ടുണ്ടാവോ? മഹാലനോബിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ആളുടെ തിയറി
1949 നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു മഹാലനോബിസ് എന്ന് പറഞ്ഞ ആള്. സോ ബേസ് ചെയ്തിരുന്ന മഹാലനോബിസ് പ്ലാൻ ആയിരുന്നു സെക്കൻഡ് 5 ഇയറിൽ. പിന്നെ അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്തു. രണ്ടാമത് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്ത സംഭവമാണ് ബേസിക് ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്ലാൻ വാസ് പെർട്ടിക്കുലർലി ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് ഓൾസോ പബ്ലിക് സെക്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് സെക്ടറിനായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്, അതായത് എസ്പെഷ്യലി ഈ അയൺ ആൻഡ് സ്റ്റീൽ അതൊക്കെ വരുന്നത് പബ്ലിക് സെക്ടറിന്റെ കീഴിലായിരുന്നു. അതായത് ഗവൺമെന്റ് അണ്ടറിലായിരുന്നു ഈ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് സെക്ടർ ഡെവലപ്മെന്റ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. മഹാലനോബിസ് പ്ലാൻ ആയിരുന്നു ബേസ് ചെയ്തിരുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ. ടാർഗറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. നമ്മുടെ ഗ്രോത്ത് ചെയ്തിരുന്നത് 4.27 ആണ്. സോ അവിടെ ഫുൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഫുള്ള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ അടുത്തതാണ് തേർഡ് 5 ഇയർ പ്ലാന്. തേർഡ് 5 ഇയർ പ്ലാനിന് മുമ്പ് അവിടെ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അത് നിങ്ങൾ പഠിക്കണ കൗൺസിൽ എന്ന് പറഞ്ഞില്ല, 1952 എസ്റ്റാബ്ലിഷ് ചെയ്ത നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഇവരുടെ മെയിൻ ജോബ് എന്തായിരുന്നു അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇയർ പ്ലാൻ ഉണ്ടാക്കുമല്ലോ, ഈ 5 ഇയർ പ്ലാനിനെ അപ്രൂവ് ചെയ്യലാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇവർ ഒരു ടീം 5 ഇയർ പ്ലാൻ ഉണ്ടാക്കും. അപ്പൊ ആ 5 ഇയർ പ്ലാൻ ശരിയാണോ, അല്ലെ ടാർഗറ്റ് ഇത്ര വെക്കണോ, അല്ലെ ടാർഗറ്റ് എത്രത്തോളം വെക്കണം, സോ അങ്ങനെ പറഞ്ഞ് അപ്രൂവ് ചെയ്യുന്ന ബോഡി ആയിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. സോ നോട്ട് ചെയ്ത് വെക്കുക, 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ട് അതെന്ന് പറയുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ അവര് മുന്നോട്ട് വെക്കുന്ന 5 ഇയർ പ്ലാനിന്റെ അപ്രൂവ് ചെയ്യലാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ തേർഡ് ഇയർ 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ 1961-66 തേർഡ് 5 ഇയർ പ്ലാനിൽ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു സാധനമാണ് സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. നമ്മുടെ ഗോൾ ആയിരുന്നു സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. ഓക്കെ, തേർഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സെൽഫ് റിലയന്റിലേക്ക് വരുന്നത്. കാരണം ഫസ്റ്റ് നിങ്ങൾ നോക്കണം, ഈ ഒരു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടീഷുകാർ കുളം തോണ്ടിയിട്ട് പോയിരിക്കുന്ന ഒരു സമയമാണ്. ഭയങ്കര ഡ്രോട്ടും പിന്നെ അതിന് പുറമെ ഇവിടെ എന്താണ് പാർട്ടീഷന്റെ സമയത്തുണ്ടായ കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്ന ഒരു എക്കണോമി ആയിരുന്നു ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ആ സമയത്താണ് നെഹ്റു ഇവരെ പുതിയൊരു ഗവൺമെന്റ് വരുന്നതും. ആ ഗവൺമെന്റ് എസ്പെഷ്യലി നമ്മൾ ഒരു അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്തിരുന്ന എക്കണോമി ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്യുകയും സെക്കൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയലൈസേഷൻ ഫോക്കസ് ചെയ്തു. അതിൽ തന്നെ നമ്മുടെ പബ്ലിക് സെക്ടറിനെ ഫോക്കസ് ചെയ്തു. പിന്നീടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, സെൽഫ് റിലയന്റിലേക്കും സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി എന്നുള്ള ഒരു ഗോളിലേക്ക് വരുന്നത്. അതായത് വരുന്നത് 1961-66 സോ ഈ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആരായിരുന്നു 1966 ആര് തന്നെയാണ്? ആർക്കും അറിയില്ലേ? നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? നഈമ, ഫെബിന? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു, അതെ, ജവഹർലാൽ നെഹ്റു തന്നെയാണ് 1966 അതായത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കണേ. അടുത്താണ് ഫോർത്ത് 5 ഇയർ പ്ലാൻ. നമ്മള് അല്ല, ഫോർത്തിന് മുമ്പ് തേർഡിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡ് യൂസ് ചെയ്തു ഈ പ്ലാനിൽ. പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത്
ഒരു 5.6% ആയിരുന്നു. പക്ഷെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 2.4 അത്രേ വരുള്ളൂ. കാരണം നമ്മൾ വളർന്നു വരുന്നില്ലുള്ളൂ എക്കണോമി. സോ ആ സമയത്ത് നമുക്ക് സെൽഫ് റിലയന്റ് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു 5.6 ഇതിന്റെ ഒരു പകുതിയൊക്കെ നമുക്ക് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്താണ് ഫോർത്ത് 5 ഇയർ പ്ലാന്. ഫോർത്ത് 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഈ പ്രൈം മിനിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഫോർത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ആരാണ്? നെഹ്റുയുടെ മോള് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഫോർത്ത് 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോഴേക്ക് ഇന്ദിരാഗാന്ധി ഇവിടെ ഇതായി, നെഹ്റു പോയി, ഇന്ദിരാഗാന്ധി വന്നു. ഓക്കെ, and this plan emphasized on improving the conditions of weaker section. Weaker sectionന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ എംഫസൈസ് ചെയ്തത്, ഊന്നൽ കൊടുത്തത്. ഈ പ്ലാനിൽ ഊന്നൽ കൊടുത്തത് എന്തിനാണ്? ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ഓഫ് വീക്കർ സെക്ഷൻ. ദിസ് പ്ലാൻ ഫെയിൽഡ് ഡ്യൂ ടു ഓയിൽ ക്രൈസിസ് ആൻഡ് ഇൻഡോ പാക് വാർ ഇൻ 1972. 1972 ഇൻഡോ പാക് വാറും പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഓയിൽ ക്രൈസിസും എന്താണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാൻ ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക. ഫോർത്ത് 5 ഇയർ പ്ലാൻ ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ വന്ന് ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്? ഫെയിൽ ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഇൻഡോ പാക് വാർ ആൻഡ് ഓയിൽ ക്രൈസിസ്. The Indira Gandhi government nationalized 14 major Indian banks and the Green Revolution in India advanced agriculture. ഈ സമയത്താണ് ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ പിതാവാരാണ്? ഗ്രീൻ റെവല്യൂഷൻ അടുത്ത് മരിച്ച ആളാണ്. ആരാണ് ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്ന് പറയുന്നത്? ഒരു മലയാളിയാണ്. യെസ്, എം എസ് സ്വാമിനാഥനാണ്. സോ അദ്ദേഹം ഇപ്പൊ അടുത്ത് ഒരു 2 വർഷത്തിൽ ഒരു 2023 ആള് മരിക്കുന്നത്. സോ ഓർത്ത് വെക്ക, ഫോർത്ത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണ് ഈ ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എന്ത് നടക്കുന്നത്? 14 മേജർ ബാങ്ക് നാഷണലൈസ് ചെയ്തതും ഈ സമയത്താണ്. ഓക്കെ, and the target growth rate was 5.6 but actual growth was 3.3 because ഈ പ്ലാൻ, അതായത് നമ്മൾ ഈ വീക്കർ സെക്ഷന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആക്കാന്നുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിൽ ആയി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഓയിൽ ക്രൈസിസും ഇൻഡോ പാക് വാർ ഉണ്ടായത് കൊണ്ട് തന്നെ. ഓക്കെ, സോ അത് ഓർമ്മിച്ച് വെക്കുക. നാലാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ്, പിന്നെ ഗ്രീൻ റെവല്യൂഷൻ, ഓയിൽ ക്രൈസിസ്, ഇൻഡോ പാക് വാർ, പിന്നെ ഇംപ്രൂവിംഗ് കണ്ടീഷൻസ് ഓഫ് വീക്കർ സെക്ഷൻ ആയിരുന്നു. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ്. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ 1978. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൽ വരുമ്പോ ആരായിരിക്കും PM? ഇന്ദിരാഗാന്ധി തന്നെയാണ് PM. ഇന്ദിരാഗാന്ധി. ഓക്കെ, സോ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദിസ് പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ DP Dhar. DP Dhar ആണ് ഈ പ്ലാന് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആള്. ആൻഡ് ദ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ലൈഡ് സ്ട്രെസ് ഓൺ എംപ്ലോയ്മെന്റ്, പോവർട്ടി അലീവിയേഷൻ. അതായത് ഗരീബി ഹട്ടാവോ എന്നുള്ള പ്രിയങ്ക ഗാന്ധിന്റെ ഒരു തിരിച്ചുവരവൊക്കെ ഉണ്ടല്ലോ, ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോ ഒക്കെ വെച്ച് ഇന്ദിരാഗാന്ധി തോറ്റതിന് ശേഷം തിരിച്ചു ഒരു വരവുണ്ട്. ആ ഒരു സമയമാണ് ഇത്. സോ ഓർത്ത് വെക്കുക, ഫിഫ്ത്ത് 5 ഇയർ പ്ലാന് ഗരീബി ഹട്ടാവോ, അതായത് ഗരീബി എന്ന് പറഞ്ഞാൽ പോവർട്ടിയാണ്, ഹട്ടാവോ എന്ന് പറഞ്ഞാൽ അലീവിയേഷൻ, ഹട്ടാവോ നിർമ്മാർജ്ജനം ചെയ്യാം. ഓക്കെ, ഹിന്ദി വേർഡാണ്. സോ ഓർത്ത് വെക്കുക, ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് DP Dhar ആണ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗരീബി ഹട്ടാവോ ഇതിന്റെ ഒരു മോട്ടോ ആണ്, അതായത് പോവർട്ടി അലീവിയേഷൻ ആൻഡ് സ്ട്രെസ് ചെയ്തിരുന്ന എംപ്ലോയ്മെന്റിലും ജസ്റ്റിസ് കിട്ടാന്നുള്ളതാണ്. The plan also focused on self-reliance in agricultural production and defense. The 20-point program was launched in 1975. ഇത് ഓർത്ത് വെക്കുക. 20 പ്രോഗ്രാം പോയിന്റ് ലോഞ്ച് ചെയ്തത്
ഏത് 5 ഇയർ പ്ലാന്റെ കാലഘട്ടം എന്നുള്ളത് ഓർക്കുമ്പോൾ 5th 5 ഇയർ പ്ലാൻ ആണ് ഓർക്കുക. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 20. ഓക്കെ, 5 into 4 20. അങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 20 എന്നുള്ളത്. സോ 20 പോയിന്റ് പ്രോഗ്രാം എന്നുള്ളത് 5th 5 ഇയർ പ്ലാനിൽ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. അടുത്തതാണ് ആനുവൽ പ്ലാൻ അല്ലെ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 1978-80 ദ കൺസെപ്റ്റ് ഓഫ് റോളിംഗ് പ്ലാൻ ഈസ് റിലേറ്റഡ് വിത്ത് ഗുന്നാർ മിർഡാൾ. ആളായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ച ഒരു പ്ലാനാണ് ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ദ 6th 5 ഇയർ was stated in 1978 by ജനതാ ഗവൺമെന്റ് അണ്ടർ ഹെഡഡ് ബൈ മൊറാർജി ദേശായിന്റെ കീഴിലുള്ള ജനതാ ഗവൺമെന്റ് ആയിരുന്നു 1978 6th 5 ഇയർ പ്ലാന് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഗവൺമെന്റ് അധികം മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്ത ഗവൺമെന്റ് ആ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ ആനുവൽ പ്ലാൻ അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ ഓർത്ത് വെക്കുക, ജനതാ ഗവൺമെന്റ് ആയിരുന്നു മൊറാർജി ദേശായി ഹെഡ് ചെയ്തിരുന്ന. ആ പ്ലാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1980 റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതാണ് 6th 5 ഇയർ പ്ലാൻ 1980-85. ഇവിടെ ഓർക്കണം 78 വന്നിട്ട് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ആ ജനതാ ഗവൺമെന്റ് കാലഘട്ടത്തിലുള്ള. അതുകൊണ്ടാണ് 6th 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത് 1980 ഓക്കെ. സോ 1980 മുതൽ 85 വരെയാണ് 6th 5 ഇയർ പ്ലാന്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് പോവർട്ടി ത്രൂ സ്ട്രെങ്തനിങ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ അഗ്രികൾച്ചറിന് ഇൻഡസ്ട്രിയും കൂടെ പിടിച്ചുകൊണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ്ങിലൂടെ പോവർട്ടി ഇല്ലാതാക്കാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു 1980-85 ഓക്കെ. 6th 5 ഇയർ പ്ലാൻ മാർക്ക് ദ ബിഗിനിങ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് ലിബറലൈസേഷൻ ഒരു ബിഗിനിങ് ആണ്. ബിക്കോസ് 1991 LPG റിഫോം നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 1980-85 കാലഘട്ടത്തിൽ ഒരു ബിഗിനിങ് ആണ് ലിബറലൈസേഷന്റെ. ഓക്കെ, ദിസ് വാസ് ദ എൻഡ് ഓഫ് നെഹ്റുവിയൻ സോഷ്യലിസം. സോ ലിബറലൈസേഷൻ വരുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്, നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഒരു എൻഡ് ആണ്. ബിക്കോസ് നെഹ്റു ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഡസ്ട്രി, അതായത് പബ്ലിക് സെക്ടറിലൂടെ കൂടുതൽ പബ്ലിക് സെക്ടറിന് കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യം, അതായത് കൂടുതൽ ജസ്റ്റിസ് അല്ലെങ്കിൽ എക്കണോമിക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് നെഹ്റു വിചാരിച്ചിരുന്നത്. പക്ഷേ അത് കൂടുതൽ കാലം ആ ഒരു മോഡൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 1980-85 ഒരു ലിബറലൈസേഷന്റെ ഒരു തുടക്കമായി. അത് അതേ വർഷം തന്നെ അതല്ലേ അതേ പ്ലാനിൽ തന്നെയാണ് എന്താണ് നെഹ്റുവിയൻ സോഷ്യലിസം എൻഡ് ആവുന്നത്. ഓക്കെ, ദ 6th 5 ഇയർ പ്ലാൻ വാസ് എ ഗ്രേറ്റ് സക്സസ് ടു ദ ഇന്ത്യൻ എക്കണോമി. അതൊരു വലിയൊരു സക്സസ് ആയിരുന്നു. സോ ഓർമ്മിച്ച് വെക്കേണ്ടത് 6th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സക്സസ് ആയിരുന്നു. ടാർഗറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5.2 ആയിരുന്നു. പക്ഷെ നമ്മൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5.4 ആണ്. ഓക്കെ, ദ ഓൺലി 5 ഇയർ പ്ലാൻ വിച്ച് വാസ് ഡൺ ട്വൈസ്. ഇതാണ് 6th 5 ഇയർ പ്ലാൻ ആണ് 2 പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. അതായത് 80-85 പിന്നെ 78-80. ഓക്കെ, അടുത്തതാണ് 7th 5 ഇയർ പ്ലാൻ 1985-90 ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത്. സോ അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പോവർട്ടി എന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി, ഇന്ത്യൻ എക്കണോമി ഒന്നുകൂടെ വളർന്നു. അതാണ് അതിന്റെ മീനിങ്. കാരണം എന്താണ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വർക്ക്, പ്രൊഡക്ടിവിറ്റി, ഫുഡ്, അതിലൊക്കെയാണ്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്, ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, ഓർക്കുക 7th 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട്. And in this plan, the Indian economy across the barriers of hindered rate of growth. അതായത് രാജകൃഷ്ണ ഹിൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത്
മറികടന്നിട്ടുണ്ട് ഈ ഒരു പ്ലാനിലേക്ക് വരുമ്പോൾ 7th 5-year പ്ലാനിലേക്ക് വരുമ്പോൾ. ഓക്കെ, നമ്മളതിനെ മറികടന്നിട്ടുണ്ട്. അതായത് ഒരു 4%, അറൌണ്ട് 4% ഗ്രോത്ത് റേറ്റ് ആണ് ഹിഞ്ച് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു റേറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറികടന്നിട്ടുണ്ട്. 7th 5-year പ്ലാനിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് 1985-90 ആകുന്ന സമയത്ത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ 7th 5-year പ്ലാൻ വേർ ടു എസ്റ്റാബ്ലിഷ് ഗ്രോത്ത് ഇൻ ഏരിയാസ് ഓഫ് ഇൻക്രീസിങ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, വർക്കും പ്രൊഡക്ടിവിറ്റി ഒക്കെയാണ് നമ്മളെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ എന്താണ്, എസ്റ്റാബ്ലിഷ് ഗ്രോത്ത് ഇൻ ദ ഏരിയാസ് ഓഫ് ഇൻക്രീസിങ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഫുഡ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അതിൽ ഫോക്കസ് ചെയ്യുക. ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ് ത്രൂ സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസിലൂടെ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക. അതായത് എല്ലാവർക്കും ഇവിടെ ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക. എങ്ങനെ, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിലൂടെ. കാരണം പാവപ്പെട്ടവർക്ക് ഇവിടെ ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് അവർക്ക് ജോലി ഉറപ്പാക്കിയ ഇവിടെ എന്താണ്, സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെയാണ് 7th 5-year പ്ലാന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 1985-90 രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? ഒബ്വിയസ്ലി രാജീവ് ഗാന്ധി ആയിരിക്കും. ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 7th 5-year പ്ലാൻ വരെ ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, സോ വേറൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ UGC ഒക്കെ വന്നത് ഏത് 5-year പ്ലാനിലാണെന്നറിയോ? IIT UGC ഒക്കെ വന്നിരുന്നത് ഏത് 5-year പ്ലാനിലാ? ഏതിലായിരിക്കും? ഏതിലാണ് സാധ്യത? സെക്കൻഡ് 5-year പ്ലാൻ ആണ്. സെക്കൻഡിലാണോ? ഫസ്റ്റിലാട്ടോ. ഫസ്റ്റ് 5-year പ്ലാനിന്റെ സമയത്താണ് ഈ UGCയും IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കൊണ്ടുവരുന്നത്. കാരണം ഓർക്കേണ്ടത്, നെഹ്റു ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെഹ്റു ഫസ്റ്റ് തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയ ഉടനെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓർമ്മിക്കുക, UGC പിന്നെ IIT പോലുള്ള കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് 5-year പ്ലാനിലാണ്, 1951-56 ആ കാലഘട്ടത്തിൽ. ഓക്കെ, അടുത്താണ് 8th 5-year പ്ലാൻ, 1992-97. In this plan, fiscal reforms and economic reforms initiated by Narasimha Rao. 1992 ഈ ഒരു പ്ലാനിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? LPG റിഫോംസ് നടന്നു. നരസിംഹ റാവു ആണ് പ്രധാനമന്ത്രി, ആൻഡ് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അതില് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ആ സമയത്തൊക്കെ. സോ ഫിസിക്കൽ റിഫോംസ് ആൻഡ് എക്കണോമിക് റിഫോംസ് ആണ് അതിന്റെ മെയിൻ ഇത് നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് 8th 5-year പ്ലാനിൽ. അറ്റ് that time Dr. Manmohan Singh launched India's free market reforms that brought the nearly bankrupt nation back from the edge. It was the beginning of liberalization, privatization, and അതായത് LPG reforms. ഇതിന്റെ ഒരു ബിഗിനിങ് ആയിരുന്നു ഈ ഒരു പ്ലാൻ. അതായത് 1992 എന്ന് പറയുന്ന LPG റിഫോംസ് കൊണ്ടുവന്നു. നമ്മളൊരു നിയർലി ബാങ്ക്രപ്റ്റ് ആയിരുന്ന ഒരു മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുവന്നു. ആര്? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ടീം. അതായത് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരസിംഹ റാവു ആണ്. മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി വാസ് എ മേജർ ഹൈലൈറ്റ് ഓഫ് 8th പ്ലാൻ. മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി, ഓക്കെ, ഓർമ്മിക്കാം, മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി അത് നടക്കുന്നത് 8th 5-year പ്ലാനിലാണ്. LPG റിഫോംസ് ഒക്കെ നടന്നിരുന്ന ആ ഒരു സമയത്താണ് മോഡേണൈസേഷൻ നടക്കുന്നത് ഇൻഡസ്ട്രിയുടെ. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡഡ് കൺട്രോളിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക, പോവേർട്ടി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതൊക്കെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. സ്ട്രെങ്തനിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, ടൂറിസം മാനേജ്മെന്റ്, ഇതൊക്കെ പുതിയതാണ്. ഈ സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങും ടൂറിസം മാനേജ്മെന്റും. പിന്നെ ഇൻവോൾവ്മെന്റ് ഓഫ്
പഞ്ചായത്തി രാജ്, നഗരപാലികാസ്. കാരണം എപ്പോഴേ നമുക്ക് പഞ്ചായത്ത് വരുന്നതെന്നറിയോ? ഈ ഇവിടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ വരുന്നത് ഏത് കാലഘട്ടത്തിലാ? എടോ ഏത് സമയത്താണെന്നറിയോ? ഈ 992 കേട്ടോ. 73 74 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം നമ്മൾ കൊണ്ടുവന്നാണ് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ 992. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു പഞ്ചായത്തി രാജിന്റെ അല്ലെങ്കിൽ അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റീസ്, അതായത് നഗരപാലികാസ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റീസും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പോലുള്ള തലത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഈ ഒരു 8th 5 ഇയർ പ്ലാനിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് കണക്ഷൻ ഫാക്ട് ആണ്, ഓർമ്മിച്ച് വെക്കുക. 992 73 74 അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതായത് ഈ വില്ലേജ് തലത്തിൽ വരുന്നത് 73 74 എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ലെവലിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഡീസെൻട്രലൈസേഷനും പീപ്പിൾസ് പാർട്ടിസിപ്പേഷനും ഇതിലുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഡീസെൻട്രലൈസേഷൻ എങ്ങനെയാ വരുന്നത്? നമ്മൾ പഞ്ചായത്ത് ലെവലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പദ്ധതികൾ മുന്നോട്ടെടുക്കുക? ഒന്ന് ഗ്രാമത്തിൽ, അതായത് ഒരു വാർഡ് ലെവലിൽ ഗ്രാമസഭ വിളിച്ച് വരുത്തും. അതായത് ആ വാർഡിലുള്ള എല്ലാ ആൾക്കാരും വരും, എന്നിട്ടല്ലേ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരും, നമ്മുടെ വാർഡിൽ എന്തൊക്കെ പുരോഗതികൾ കൊണ്ടുവരണം എന്നുള്ളത് വാർഡ് മെമ്പർ വിളിച്ചു കൂട്ടുന്ന ഗ്രാമസഭയിലല്ലേ അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രാമസഭയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഗ്രാമസഭ നടക്കുന്നുണ്ടെന്നറിയോ? ഗ്രാമസഭ എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ? ആരും കേട്ടില്ല ഗ്രാമസഭയെ കുറിച്ച്? രണ്ടാളും ഇവിടെ ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അത് നോട്ട് ചെയ്യാം. ഡീസെൻട്രലൈസേഷൻ വന്നിട്ടുണ്ട്. ആ ഡീസെൻട്രലൈസേഷൻ വരാൻ കാരണം എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് നഗരപാലികാസ് ആണ്. കാരണം 1992 നമ്മൾ ഇന്ത്യയിൽ എന്തുണ്ടാകുന്നുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് LPG റിഫോംസ് ഉണ്ട്, അങ്ങനെ മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കുക. 8th 5 ഇയർ പ്ലാനിലായിരുന്നു നരസിംഹ റാവു, ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓക്കെ, സോ അടുത്തതാണ് 9th 5 ഇയർ പ്ലാൻ 1997 2002. സോ ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. ഗ്രോത്ത് വിത്ത് social justice and equality. Okay, new implementation measures in the form of special action plans, SAPs, were evolved during the 9th 5 year plan to fulfill targets within the stipulated time with adequate resources. ഇതിന്റെ കൂടെ എന്താണ് ന്യൂ ഇംപ്ലിമെന്റേഷൻ നടന്നിട്ടുണ്ട്? സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് അഡ്യൂക്കേറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് 9th 5 ഇയർ പ്ലാനിൽ. ഓക്കെ, SPAs covered the areas of social infrastructure, agriculture, information technology and water policy. So നോട്ട് ചെയ്യുക 9th 5 ഇയർ പ്ലാൻ സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ്. ഓക്കെ, അടുത്താണ് 10th 5 ഇയർ പ്ലാൻസ്. 2002 2007 വരുന്ന 10th 5 ഇയർ പ്ലാൻസ്. In this plan there was no ടാർഗറ്റ് ഫോർ അഗ്രികൾച്ചറിനായിട്ട് ഒരു സ്പെഷ്യൽ ടാർഗറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2002 2007 വരുമ്പോൾ റിഡക്ഷൻ ഓഫ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ to 4.25, which was higher than target. ടാർഗറ്റിനെ കാട്ടിയും കൂടുതലായിരുന്നു നമ്മുടെ ആ സമയത്ത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത റിഡക്ഷൻ ഓഫ് പോവർട്ടി റേറ്റ് ബൈ 5%. 2007 ആകുമ്പോഴേക്ക് നമ്മുടെ പോവർട്ടി റേറ്റ് എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. 5%. ആ 5% കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8.1% ആയിരുന്നു. അച്ചീവ്ഡ് എന്ന് പറയുന്നത് 7.7 ആണ്. റിഡക്ഷൻ ഇൻ ജെൻഡർ ഗ്യാപ്സ്
ഇൻ ലിറ്ററസി ആൻഡ് വേജ് റേറ്റ്സ് ബൈ അറ്റ്ലീസ്റ്റ് 50%. 2007 ആകുമ്പോഴേക്ക് എന്തായിട്ടുണ്ട്, ലിറ്ററസിയിലെ ജെൻഡർ ഗ്യാപ്പ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യ കാലഘട്ടത്തിൽ എന്താണ്, വളരെ വലിയൊരു ജെൻഡർ ഗ്യാപ്പ് ഡിസ്പാരിറ്റി അവിടെ ഉണ്ടായിരുന്നു ലിറ്ററസിയുടെ കാര്യത്തിൽ. അതും കുറഞ്ഞിട്ട് പിന്നെ വേജ് റേറ്റും എന്തായിട്ടുണ്ട്, 50%ലേക്ക് കുറഞ്ഞിട്ടുണ്ട് 2007 ആകുമ്പോൾ. ഓക്കെ, സോ 10ാമത്തെ 5 ഇയർ പ്ലാനിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അടുത്താണ് 11ാമത്തെ 5 ഇയർ പ്ലാന് 2007-12. അതായത് 12ാമത്തെ 5 ഇയർ പ്ലാനോട് ഇത് അവസാനിച്ചു കേട്ടോ. 12 ഫുള്ളാക്കാൻ പറ്റിയില്ല. 2014 നമ്മളത് കൂട്ടുന്നുണ്ട്. സോ നമ്മൾ ഓർക്കേണ്ടത് 11ാമത്തെ 5 ഇയർ പ്ലാൻ 2007-12 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. സോ ഈ ഫോക്കസ് ഓൺ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിരുന്ന 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, 2007-12 11th 5 ഇയർ പ്ലാൻ ആണ്. അതിന്റെ IT എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, IT മേഖല നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സ്ലോഗൻ ഓഫ് ദിസ് പ്ലാൻ വാസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന സ്ലോഗൻ വന്ന 5 ഇയർ പ്ലാൻ ഏതായിരുന്നു? വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ ഓർക്ക, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു സ്ലോഗൻ ഒക്കെ വരുന്നത് എപ്പോഴാണ്? 11ാമത്തെ 11th 5 ഇയർ പ്ലാനിലാണ്. 2007-12 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, എയിംഡ് അറ്റ് റിഡക്ഷൻ ഇൻ ജെൻഡർ ഇൻഇക്വാലിറ്റി. ജെൻഡർ ഇൻഇക്വാലിറ്റി വരുന്നത് ഈ ഒരു പ്ലാനിലാണ്. And this plan also aimed at increasing the agricultural growth rate by 4%. ഈ പ്ലാൻ എന്താണ്? ഓൾസോ aimed at അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ് 4% കൂട്ടാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, എയിം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ റിഡക്ഷൻ ഇൻ TFR is targeted by 2.5%. ഓക്കെ, TFR എന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. അതിന് 2.1%ലേക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അടുത്തതാണ് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ, 12th 5 ഇയർ പ്ലാൻ 2012-17. സ്ലോഗൻ ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, നമ്മൾ ഇൻക്ലൂസീവ് കുറച്ചുകൂടെ സസ്റ്റൈനബിലിറ്റിയും ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റിലേക്കാണ്. ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് more inclusive growth. Okay, to reduce malnutrition among children aged 0 to 3 years. Malnutrition കുറക്ക 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ. And the objective of the 12th were to create 50 million new work opportunities in the non-farm sector. Agriculture അല്ലാതെ non-farm sectorൽ എന്തുണ്ടാക്കാം, 50 million വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഒന്നാണ് ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റീസ് ടു ഓൾ വില്ലേജസ്. എല്ലാ വില്ലേജുകൾക്കും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ടു പ്രൊവൈഡ് ആക്സസ് ടു ബാങ്കിങ് സർവീസ് ടു 19% ഓഫ് ഹൗസ് ഹോൾഡ്. 90% ഹൗസ് ഹോൾഡിന് എന്ത് ചെയ്യാം, ബാങ്കിങ് സർവീസ് ആക്സസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും ഈ 5 ഇയർ പ്ലാന്റെ പ്രത്യേകതയായിരുന്നു. കാരണം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2012-17 ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ്, ഇന്ത്യ വളർന്നു. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നാഷൻ ആണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു. നമ്മളെ ആദ്യത്തെ പ്രശ്നം എന്താ, അഗ്രികൾച്ചർ. പിന്നെ കുറച്ച് മുന്നോട്ട് വന്ന് നമ്മളെ ഇൻഡസ്ട്രി സെറ്റാക്കി. പിന്നെ നമ്മളെ ഫുഡ് ഷോർട്ടേജ് ആയിരുന്നു, നമ്മൾ ഫുഡ് സെറ്റാക്കി. പിന്നെ നമ്മളെ ഗരീബി ഹട്ടാവ് വന്നു, പോവേർട്ടി അലീവിയേഷൻ വന്നു. അതൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ എന്തിലേക്ക് വരുന്നത്, ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്കും പിന്നെ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്കെല്ലാം വരുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാലഘട്ടം ആലോചിച്ചാൽ മതി ആ ഒരു ആൻസറിലേക്ക് എത്താനേ. ഓക്കെ, പിന്നെ ഇലക്ട്രിസിറ്റി കൊടുക്കാന്നുള്ളത് നമ്മൾ ഫസ്റ്റ് 5 ഇയറിലൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഇയർ ഫുഡും അല്ലെ ബേസിക് കാര്യങ്ങൾ നടന്നില്ല. പിന്നെ എങ്ങനെയാണ് ബാങ്കിങ്ങും ഇലക്ട്രിസിറ്റി ഒക്കെ. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? 5 ഇയർ പ്ലാൻ ക്ലിയർ ആണല്ലോ. സോ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യുക. അത് മാത്രമേ നമുക്ക് മറ്റുള്ളൊരു എന്താ പറയാ, എക്സാമിന് വേണ്ടിയിട്ട് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നടന്ന റിവിഷൻ മാത്രമാണ്. സോ അത് സൂക്ഷിക്കുക. ഓക്കെ, അടുത്തത് നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗ്
നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചോദിക്കും. നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഓൾസോ കോൾഡ് നീതി ആയോഗ്, വാസ് ഫോംഡ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ക്യാബിനറ്റ് ഒരു റെസൊല്യൂഷനിൽ കൊണ്ടുവന്നതാണ്. ജനുവരി 1, 2015 കൊണ്ടുവരുന്നത് നീതി ആയോഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രീമിയർ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി ഉണ്ടാക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്, പ്രൊവൈഡിങ് ബോത്ത് ഡയറക്ഷണൽ ആൻഡ് പോളിസി ഇൻപുട്സ്. അറ്റ് ദ കോർ നീതി ആയോഗ്സ് ക്രിയേഷൻ ആർ ടു ഹബ്സ്, ടീം ഇന്ത്യ ഹബ്, ദ ടീം ഇന്ത്യ ഹബ് ആൻഡ് ദ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ഓക്കെ, നീതി ആയോഗിന്റെ 2 ഹബ്ബാണ്, ഒന്ന് ടീം ഇന്ത്യ ഹബും വേറൊന്ന് ദ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ദ ടീം ഇന്ത്യ ഹബ് leads the engagement of states with the central government, while the knowledge and innovation hub builds think tank capabilities. So ഓർമ്മ, തിങ്ക് ടാങ്ക് capabilities ആരൊക്കെ ഉണ്ടാവുക? നോളജും ഇന്നോവേഷനും. ടീം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടുക, ടീം ഇന്ത്യ, ഒരു ഇന്ത്യ എന്നുള്ള ഒരു ടീം ഉണ്ടാക്കുക, ആ ഒരു ഇത് മനസ്സിലാക്കാം. എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുമിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഒരുമയുടെ ഒരു സംഭവമാണ് ടീം എന്ന് പറയുന്നത്, അങ്ങനെ ഓർത്താൽ മതി. മറ്റേ നോളജ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും എന്ത്, തിങ്ക് ടാങ്ക് കാപ്പബിലിറ്റീസ് ഉള്ളതാണ് ഈ നോളജിനും ഇന്നോവേഷനും ഉള്ളത്. ഓക്കെ, നീതി ആയോഗ് ക്ലിയർ അല്ലേ? നീതി ആയോഗിന്റെ ചെയർമാൻ ആരെ അറിയോ? നീതി ആയോഗിന്റെ ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ. യെസ്, നമ്മൾ നേരത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ പറഞ്ഞ പോലെ തന്നെ നീതി ആയോഗിന്റെ ചെയർമാൻ എക്സ് ഒഫീഷ്യോ ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് അയാളായിരിക്കും എന്ത്, നീതി ആയോഗിന്റെ ചെയർമാൻ. കറന്റ്ലി പ്രൈം മിനിസ്റ്റർ മോഡിയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണ് പോപ്പുലേഷൻ എന്നുള്ളത്. നിങ്ങൾ പോപ്പുലേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പോപ്പുലേഷൻ തിയറി, 3 തിയറികൾ, മാൽത്തൂസിയൻ തിയറിയും ഒപ്റ്റിമൽ പോപ്പുലേഷൻ തിയറിയും തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനും പഠിച്ചിട്ടുണ്ടോ? മാൽത്തൂഷ്യൻ പഠിച്ചിട്ടുണ്ട്. മാൽത്തൂഷ്യൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ NTAയുടെ നെറ്റിലൊക്കെ ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത്, ഈ പോപ്പുലേഷന്റെ തിയറികൾ. വല്ലാണ്ട് ഉള്ളോട്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ തിയറി അറിഞ്ഞിരുന്നായി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നായി. ഓക്കെ, സോ നമ്മുടെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡിലെ ആ ഒരു സമയത്തിലുണ്ടായ നമ്മുടെ എന്തായിരുന്നു ഇന്ത്യയുടെ ഒരു അവസ്ഥ, നമ്മുടെ പോപ്പുലേഷൻ ലെവലിലായിക്കോട്ടെ, നമ്മുടെ ഡെവലപ്മെന്റ് ലെവലായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, സോ ആ സമയത്ത് നമ്മുടെ ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത് 16% കുറവായിരുന്നു. ഓക്കെ, ഓർക്ക, 16% കുറവാണ് നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയോ? ഇപ്പോ കറന്റ്ലി ഒരു ഏകദേശം എത്ര? ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ 74.04%. ഓക്കെ, ഓർത്ത് വെക്കാം, ഒരു 74% അല്ലെ 75% അടുത്താണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 16% താഴെയായിരുന്നു ലിറ്ററസി റേറ്റ്. ആൻഡ് ഫീമെയിൽ ലിറ്ററസി വാസ് വെരി ലോ, 7%. 7% ആയിരുന്നു ആ സമയത്ത് സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ്. പിന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അൺഅവൈലബിൾ ആയിരുന്നു, ലാർജ്ലി അൺഅവൈലബിൾ ആ സമയത്ത്. പിന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് ഹൈ. ഓക്കെ, ആ സമയം 218/1000 ആയിരുന്നു ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി ഇല്ല, കൃത്യമായ ന്യൂട്രീഷൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് 32 years, 32 ആയിരുന്നു ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്, വെരി ലോ. എന്തുകൊണ്ട്? ആ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഇല്ല.
പിന്നെ ഇവിടെ മൊത്തത്തിൽ ഡ്രോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ബ്രിട്ടീഷുകാർ എന്തായിരുന്നു, ഇവിടുന്ന് വെൽത്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ഓക്കെ, സോ ഓർത്ത് വെക്കുക, ആ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത്. അടുത്താണ് തിയറീസ് ഓഫ് പോപ്പുലേഷൻ. 3 തിയറി: മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ, ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി ആൻഡ് തിയറി ഓഫ് ഡെമോഗ്രഫി. മാൽത്തൂസിയൻ തിയറിയിൽ തോമസ് ആർ മാൽത്തൂസ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് എസ്സേ ഓൺ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്നുള്ള എസ്സേയിൽ അയാൾ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് മാൽത്തൂസ്, തോമസ് ആർ മാൽത്തൂസ്. മാൽത്തൂസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ് ജിയോമെട്രിക്കലി. അതായത് പോപ്പുലേഷൻ കൂടുന്നത് പെട്ടെന്നുള്ളൊരു ജോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ഇതാണ്. നമ്മൾ ജോമെട്രിക് മീൻ ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമില്ലേ, അതായത് നമ്മുടെ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് അരിത്മെറ്റിക്കലി, അതായത് ഒരേ ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ്. അതായത് 1, 2, 3, 4 അങ്ങനെ ഇതൊരു കോൺസ്റ്റന്റ് റേറ്റ് ആണ്, ഓരോന്ന് കൂടിപ്പോന്നെ. പക്ഷേ നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 1, പിന്നെ 2, പിന്നെ 4, പിന്നെ 8, അത് ഡബിൾ ചെയ്ത് പോവാണ്. ഓക്കെ, മനസ്സിലായോ? അദ്ദേഹം പറയുന്നത് വെച്ചാല് പോപ്പുലേഷൻ മസ്റ്റ് ഓൾവേസ് ബി കെപ്റ്റ് ഡൗൺ ടു ദ ലെവൽ ഓഫ് മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്. ഇവിടെ എത്ര ഫുഡ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എത്ര ഉണ്ടാക്കണം. ഫുഡ് എന്നല്ല, സബ്സിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ലെവൽ മാത്രമേ പോപ്പുലേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ വളരെ പ്രശ്നം ഉണ്ടാവും. നമുക്ക് ആൾക്കാർ കൂടുതലും ഇവിടെ സബ്സിസ്റ്റൻസ് ജീവിക്കാനുള്ള വഴി, അല്ലെ ജീവിക്കാനുള്ള ഉപാധി ഇവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. സോ അതാണ് ഇദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇൻവാരിബിളി ഇൻക്രീസസ് വേർ ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഇൻക്രീസ്ഡ്. സബ്സിസ്റ്റൻസ് ഇൻക്രീസ് അനുസരിച്ച് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാവണം, അങ്ങനെയാണ് ആള് പറയുന്നത്. അൺലെസ് പ്രിവെന്റഡ് ബൈ സം വെരി പവർഫുൾ ചെക്ക്. അതായത് അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കണം. ദിസ് ചെക്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ ഹ്യൂമൻ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെക്ക് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചെക്കാണ്. പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നത് ഒന്നിക്കൽ ഡ്രോട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയൊരു വാർ ഉണ്ടാവുക, അങ്ങനെയൊക്കെ എന്താണ് ആൾക്കാർ മരിച്ചു പോവുക, അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഹ്യൂമൻ, അതായത് ലേറ്റ് മാരേജ്, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് യൂസേജ്, അതായത് പോപ്പുലേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക്കലി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ കുറച്ച് കൊണ്ടുവരിക. അതൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന കാര്യം. മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇയാളുടെ ഒരു തിയറി എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടണം. അല്ലെങ്കിൽ എന്താവണം, നമ്മൾ സബ്സിസ്റ്റൻസിനനുസരിച്ചായിരിക്കണം എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇയാളുടെ തിയറി ക്ലിയർ ആണോ? മാൽത്തൂസിയൻ തിയറി. ഓക്കെ, അതിലൊരു ചെറിയൊരു ഗ്രാഫ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾ ഓർത്തൊക്കെ ഇതാ. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കൂടി വരുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്, മെല്ലെ കൂടി വരുന്നത് സബ്സിസ്റ്റൻസ് ആണ്. നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒറ്റൊരു കൂടലാണ് പെട്ടെന്നുള്ള. സോ ഈ ഒരു പോയിന്റ് അല്ലേ, ഈ മീറ്റിംഗ് പോയിന്റിനെ നമ്മൾ ക്രൈസിസ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, കാരണം എന്താണ്, ഇതിന് ശേഷം ക്രൈസിസ് ആണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടുകയാണ്. ഓക്കെ, കൂടി വരുന്നുണ്ട്. സോ അത് ജസ്റ്റ് മനസ്സിലാക്കാം, മാൽത്തൂസിയൻ തിയറി. അടുത്താണ് ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ തിയറി ഉണ്ട് എന്നുള്ളതും. ഇതാണ് സംഭവം, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, optimum population theory given the level of natural resources, capital and technological knowledge, the size of population that maximizes the per capita income. അതായത് പെർ കാപ്പിറ്റ ഇൻകത്തിനനുസരിച്ച് മാക്സിമൈസ് ചെയ്യാം പോപ്പുലേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി ഫെയിലാണ് ശരിക്കും എന്ന് പറഞ്ഞാല്. കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു ഒപ്റ്റിമം പോപ്പുലേഷൻ എന്താന്ന് നിർവചിക്കാൻ പറ്റൂല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ ഇയാൾ എടുക്കുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. പോപ്പുലേഷൻ അല്ല, ഈ പെർ കാപ്പിറ്റ ആയിട്ട്
പോപ്പുലേഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സോ തിയറി ഈസ് ബേസ്ഡ് ഓൺ ടു അസംഷൻ. ആസ് പോപ്പുലേഷൻ ഇൻക്രീസസ് ദ പെർസെന്റേജ് ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ ടു ടോട്ടൽ പോപ്പുലേഷൻ റിമൈൻസ് ദ സെയിം. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എന്താണ്, വർക്കിംഗ് പോപ്പുലേഷൻ കൂടുന്നില്ല, ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് സെയിം ആണ്. വേറൊരു അസംഷൻ ആണ് പോപ്പുലേഷൻ ഇൻക്രീസസ് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. ഇതിലൊന്നും ചേഞ്ച് വരാണ്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇവിടെ കാര്യമില്ല. കാരണം എന്താണ്, ക്യാപിറ്റലോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സോ ടെക്നോളജി കൂടുന്നില്ല, പോപ്പുലേഷൻ മാത്രം കൂടുകൊണ്ട് ഇവിടെ കാര്യമുണ്ടോ? ഇല്ല. സോ ആ ഒരു തിയറിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒപ്റ്റിമം പോപ്പുലേഷനിൽ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം പോപ്പുലേഷനും മാക്സിമം ആണ്. പോപ്പുലേഷന് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒപ്റ്റിമം പോപ്പുലേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അത് ഫോർമുലേറ്റ് ചെയ്തത് ഫ്രാങ്ക് നൊട്ടേസ്റ്റിയൻ നാട്ടിലുള്ള ഒരാളാണ്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഉള്ളത്. 3 സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഹൈ. അതായത് ഈ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഇത് ബർത്ത് റേറ്റ് എന്ന് കൂട്ടാം, ഇത് ഡെത്ത് റേറ്റ് ഹൈ ആണ്. എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ബർത്ത് റേറ്റും നമ്മുടെ നമ്മുടെ ഈ ബ്രിട്ടീഷുകാരെ തന്നെ ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ഒരു സമയം നോക്കുക, നമ്മളെ ലൈഫ് എക്സ്പെക്ടൻസിയിൽ 32 വയസ്സായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? സോ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് ഡെത്ത് റേറ്റ് എന്തുകൊണ്ടായിരിക്കും ഹൈ ആയിട്ട് വരുന്നത്? ഒന്ന് പോപ്പുലേഷൻ കൂടുകൊണ്ടാണ് ബർത്ത് റേറ്റ് കൂടുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് അന്നത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഓക്കെ, സോ അത് തന്നെയാണ് ബർത്ത് റേറ്റ് കൂടാൻ കാരണം. വേറൊരു കാരണം പറയുന്നത് വെച്ചാൽ ആ സമയത്ത് അഗ്രികൾച്ചർ ആണല്ലോ കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ അഗ്രികൾച്ചർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഉണ്ടായിക്കാൻ എന്താവും, കൂടുതൽ വർക്കിന് ആൾ വരും. ആ ഒരു സംഭവത്തിലും ആൾക്കാർ, അതായത് പോപ്പുലേഷൻ കൂട്ടാന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് എങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയല്ലേ, ആ സമയത്ത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. അതും കൂടി മനസ്സിലാക്കാം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്. ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ അഗ്രികൾച്ചറിന്റെ വരുന്നത് കേട്ടോ. ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും. ഈ അഗ്രികൾച്ചർ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ വേണം. അപ്പൊ ഇവിടെ എന്താണ് നമ്മള്, പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ നമ്മുടെ ഇവിടുത്തെ ഡെവലപ്പിംഗ് ആവാൻ തുടങ്ങി. ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ, മറ്റുള്ള എന്തായിക്കോട്ടെ, നന്നായിട്ട് ഉഷാറാവാൻ തുടങ്ങി. പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കൂടി, ഗവൺമെന്റ് ലെവലില് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റ് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ എന്തായി, നമ്മുടെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ്, ലോ ഡെത്ത് റേറ്റ് ആണ് ആ സമയത്ത് വരുന്നത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇറ്റ് റിലേറ്റഡ് ടു ഡെവലപ്ഡ് കൺട്രീസ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ചാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ്, ലോ ബർത്ത് റേറ്റ് ആണ്, ലോ ഡെത്ത് റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ അമേരിക്ക, UK അതൊക്കെ എടുക്കുക. അവിടെ എന്താണ്, ഹൈ ലെവലിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ മാത്രമല്ല അവര് ഭയങ്കര പ്ലാനിങ് ആണ്, ഫാമിലി പ്ലാനിങ് ഉണ്ട്. അതായത് ഒരു വീട്ടിൽ 2 കുട്ടി എന്നുള്ള ലെവലിലേക്ക് അവര് പോവാ. നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ. ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. സോ ഇന്ത്യയിൽ എന്താണ്, ഡെത്ത് റേറ്റ് കുറവാണ്, പക്ഷെ ബർത്ത് റേറ്റ് കൂടുതലാണ് അല്ലേ? ബർത്ത് റേറ്റ് ഇവിടെ ഭയങ്കര ഇപ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇന്ത്യയിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ആണ്. കാരണം ചൈനയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവന്നിട്ട് ആകെ പെട്ടെടുക്കാണ്. ഇപ്പൊ അവിടെ ഏജ്ഡ് പോപ്പുലേഷൻ ആണ് കൂടുതൽ. പക്ഷെ ഇന്ത്യക്ക് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടുതലാണ്. ഓക്കെ, മനസ്സിലാണോ? ഓക്കെ, സോ അടുത്താണ് മെഷേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഈ തിയറീസ് ക്ലിയർ അല്ലേ? പോപ്പുലേഷൻ തിയറി 3 ക്ലിയർ ആണോ? ഓക്കെ, പിന്നൊന്ന് ഓർക്കേണ്ട വെച്ചാൽ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ മൈഗ്രേഷൻ നോക്കുന്നില്ല. പിന്നെ ഡോണ്ട് എക്സ്പ്ലോയിൻ ടൈം ടു ട്രാൻസിഷൻ,
പിന്നെ നമ്മൾ സോഷ്യൽ സെക്ടർ അല്ലെ ഒരു സോഷ്യൽ ഫാക്ടർ ഒന്നും ഇവിടെ എന്താക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആണ്. ഓക്കെ, അടുത്താണ് മെഷേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി മെഷേഴ്സ് ചെയ്യുന്നത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഒന്ന് എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് നമ്പർ ഓഫ് പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ഡെൻസിറ്റിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ശരിയാണോ എന്നുള്ളതൊക്കെ. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് നമ്പർ ഓഫ് പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് 382 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ. 2011 സെൻസസ് പ്രകാരം 382 പെർ സ്ക്വയർ കിലോമീറ്റർ പേഴ്സൺ ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി കൂടിയ സ്റ്റേറ്റ് ഏതറിയോ? ഏതാ? എനി ഗസ്? ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഗസ് ഒന്നില്ലേ? ഓപ്ഷൻ വേണോ? ഏതാ? ഇതിലേതാണ്? യു പി, ബീഹാർ, മധ്യപ്രദേശ്, ഹരിയാന. ഇതിലേതാണ് മോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഹരിയാന. ഹരിയാന അല്ല, ബീഹാർ ആട്ടോ. ഹരിയാനയിൽ സെക്സ് റേഷ്യോ ആണ് ഏറ്റവും കുറവ്. ഓർത്തൊക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയത്, പോപ്പുലേഷൻ കൂടുതലുള്ളത് യു പിയും, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് ബീഹാറാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യ സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ഉള്ളതും ബീഹാർ തന്നെയല്ലേ? ഏത്? ലിറ്ററസി റേറ്റ് കുറവ്, ഏറ്റവും കുറവുള്ളതും ബീഹാർ തന്നെയല്ലേ? ഒരു 8 മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ബീഹാറാണ്, 61% ആണ്. ഓക്കെ, ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവും പിന്നെ ഈ റേറ്റ് ഏറ്റവും കൂടുതലാട്ടോ. പിന്നെ അതിന്റെ കോമഡി എന്താ വെച്ചാൽ ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? എവറി ഇയർ ഇൻ UPSC 350 ആൾക്കാർ. അപ്പൊ 800 സീറ്റിലല്ല, 1000 സീറ്റിൽ 350ന്റെ മുകളിൽ ആൾക്കാർ ബീഹാറിൽ നിന്നാണ് UPSC സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നത്. എന്നിട്ടും അവിടുത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കുറവാണ്. ചില ആൾക്കാർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കൂല കാരണം ബീഹാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ISR അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് ലിറ്ററസി റേറ്റ് ഒരിക്കലും ബീഹാറിനെ കൂട്ടൂല. അതിപ്പോ UP ആയിട്ട് കണക്ട് ചെയ്യാറുള്ളത്. സോ ഇത് ഓർത്ത് വെക്കുക, ബീഹാറാണ് ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. ഓക്കെ, അടുത്തത് സെക്സ് റേഷ്യോ ആണ്. Sex ratio, the number of females per 1,000 of males in the population. Okay. In the census of 2011, it was revealed that the sex ratio of India is 943 females as per 1,000 male. 1000 മെയിലിന് 943 ഫീമെയിൽ ആണ്. സെക്സ് റേഷ്യോ ഇന്ത്യന്റെ കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതാ അറിയോ? എവിടെയാ? കേരളത്തിലാട്ടോ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീയാണ്. നോട്ട് ചെയ്തോ? ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് കേരളയും പിന്നെ ലോവസ്റ്റ് എവിടെയാ? ഹരിയാനയാണ്. ഹരിയാന ലോവസ്റ്റ് 879 ഫീമെയിൽ പെർ 1000 മെയിൽ ആണ്. അതായത് 1000 പുരുഷന് 879 സ്ത്രീ.
വളരെ കുറവാണ് ഹരിയാനയിൽ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രൂഡ് ബർത്ത് റേറ്റ്, ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ ഇയർ പെർ 1000 മീഡിയർ പോപ്പുലേഷൻ, അതായത് എത്ര കുട്ടികൾ ജനിക്കുന്നുള്ളത്. അടുത്ത ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു വുഡ് ബി ബോൺ ടു എ വുമൺ ഇൻ ഹെർ ലൈഫ് ടൈം. ഓക്കെ, ഒരു സ്ത്രീയുടെ ലൈഫ് ടൈമിൽ എത്രത്തോളം കുട്ടികൾ പ്രസവിക്കാൻ പറ്റും അല്ലെങ്കിൽ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത്, ആ ഒരു റേറ്റ് ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നത്. ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അറ്റ് ദ നാഷണൽ ലെവൽ ഇറ്റ് ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 2.5 ടു 2.2 ഡ്യൂറിങ് 2011-12 സമയമാകുമ്പോഴേക്ക് 2.2ലേക്ക് കുറച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2 ആട്ടോ, 2% ആണ് അക്കോർഡിംഗ് ടു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ് ഇതെടുക്കുന്നത്, നോട്ട് ചെയ്യാം. ഓക്കെ, 2019-21 കണ്ടക്ട് ചെയ്ത സർവേ പ്രകാരം 2 ആണ് നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈഫ് എക്സ്പെക്ടൻസി, ദ നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺ ഈസ് എക്സ്പെക്ടഡ് ടു ലിവ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ്. India has seen an improvement in overall life expectancy birth to 69 years. ഇപ്പൊ 69 ആയി. ആദ്യം നമ്മൾ എത്രയായിരുന്നു? 32 ആയിരുന്നു ബ്രിട്ടീഷുകാരുള്ള സമയത്ത്. ഓക്കെ, ആൻഡ് ലിറ്ററസി റൈറ്റ് ആസ് പെർ ദ സെൻസസ് ഓഫ് 2011 ദ ലിറ്ററസി റൈറ്റ് ഓഫ് ഇന്ത്യ ഈസ് 74.04% ആണ്. ലിറ്ററസി റേറ്റ് among the male is 82.14 ഫീമെയിൽ 65.46 ആണ്. ഓക്കെ, അടുത്താണ് നമ്മളെ കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി അണ്ടർ കൊളോണിയൽ റൂൾ ബിക്കെയിം പ്രൈമർലി അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു ആ സമയത്ത്. അവർ കാരണം എന്താ, ഇന്ത്യനെ നേടിപ്പിച്ചിട്ട് അവരിൽ നിന്ന് പരമാവധി ലൂട്ട് ചെയ്ത് ടാക്സ് വാങ്ങി ഇവർ നല്ല കുശാലായി ജീവിച്ചിരിക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗാന്ധി വന്നിട്ട് ഫസ്റ്റ് നടക്കുന്ന ഒരു സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ബീഹാറിലാണ്. ആ സമയത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഗാന്ധി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവരവിടെ തിങ്കാത്യ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കർഷകരെ ലൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയിരുന്നു. കാരണം ഇന്ത്യൻ ഇൻഡിഗോയ്ക്ക് ആ സമയത്ത് യൂറോപ്പിൽ വളരെ ഡിമാൻഡ് ആയിരുന്നു. ഇന്ത്യൻ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിരുന്നു. കാരണം ചായ മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. സോ അതൊരു ക്രാഷ് ക്രോപ്പ് ആണ്, അതായത് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. അത് ഇവരെന്താക്കുന്ന വെച്ചാൽ ഒരു ഏക്കറിൽ, അതായത് 3/20 ലാൻഡ് ഓഫ് അത് ആ കർഷകന്റെ 3/20 പാർട്ട് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായിരുന്നു കർഷകൻ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ബ്രിട്ടീഷുകാർ പറയുന്ന രീതിയിൽ ഇവർ ഇതുണ്ടാക്കും വേണം, പിന്നെ ബ്രിട്ടീഷുകാർക്ക് അവർ പറയുന്ന വിലക്ക് കൊടുക്കണം. ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് എന്ത് ചെയ്യണം, ഈ ഇൻഡിഗോ കൊടുക്കുകയും വേണം. പിന്നെന്താ വെച്ചാല് അതിനേക്കാൾ വലിയൊരു എന്താ പറയാ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ടാക്സ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. സോ ബ്രിട്ടീഷുകാർ ആ സമയത്ത് എന്തായി, ആ സമയത്താണ് ജർമ്മനിൽ സിന്തറ്റിക് കളറുകൾ കണ്ടുപിടിക്കുന്നത്. ആ ആർട്ടിഫിഷ്യൽ കളർ കണ്ടുപിടിക്കുകയും യൂറോപ്യൻ മാർക്കറ്റിൽ അത് വമ്പൻ ഹിറ്റായി. അതോടെ എന്തായി, ഈ ഇന്ത്യൻ ഇൻഡിഗോന്റെ ഡിമാൻഡ് കുറഞ്ഞു. പക്ഷെ ഇതൊന്നും ഈ പാവപ്പെട്ട കർഷകരോട് ഈ ബ്രിട്ടീഷുകാർ പറയുന്നില്ല. ബ്രിട്ടീഷുകാർ ഓൾറെഡി ഇവരോട് കുറെ ഉണ്ടാക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇവരെ പറ്റിച്ചു. അങ്ങനെ ഇവർക്ക് നഷ്ടം ഉണ്ടായപ്പോഴാണ് ഇവർ സമരം ഉണ്ടാക്കുകയും ഗാന്ധിയോട് കാര്യങ്ങൾ പറയുകയും, അങ്ങനെ ഗാന്ധി വന്നിട്ട് സമരം ചെയ്ത് വിജയിക്കുന്ന ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ആ ഒരു സമരമുറങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ 1857-ലും റിവോൾട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ച ഒരു സിസ്റ്റം ഉണ്ട് ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ, മഹൽവാരിയും പിന്നെ നമ്മുടെ ജമീന്ദാരി സിസ്റ്റം. ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ ലാൻഡിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ടാക്സ് കളക്ട് ചെയ്തിട്ടിരുന്നത്. സോ ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു പ്രൈമറിലി അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു കൊളോണിയൽ ഇന്ത്യയിൽ. ഓക്കെ, so the workforce was diverted towards tea, indigo, കണ്ട ഇൻഡിഗോ,
പിന്നെ കോഫി പ്ലാന്റേഷൻ. ബ്രിട്ടീഷുകാർ മെയിൻ ആയിട്ട് എന്താ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രോപ്സിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഈ ഇതാണ് ടീ, അതായത് മൂന്നാറിലും പിന്നെ നമ്മുടെ ആസാമിലൊക്കെ ആസാം ടീ ഒക്കെ ഇല്ലേ, ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാ. Okay. So people left with no other option after the plantation or were forced by the colonial to do the downfall of the industrial sector. പിന്നെ ബാക്കിയുള്ള സമയത്ത് എന്താക്കണം ഇവരെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. The agricultural sector accounted for the largest share of workforce which was around 70 to 75% of workforce എന്തായിരുന്നു അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. The manufacturing and service sector account for only 10 and 50 to 20% respectively. ആ ഒരു ലെവലിലായിരുന്നു എന്തിരുന്നത് മാനുഫാക്ചറിംഗും സർവീസ് സെക്ടറിലും ഇന്ത്യൻ വർക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത്. Also there were increasing regional variations under the British rule. There was a decline in the workforce on agriculture in the parts of the then Madras Presidency and West Bengal. വെസ്റ്റ് ബംഗാളിലും മദ്രാസ് പ്രസിഡൻസിയിലും അഗ്രികൾച്ചറിൽ വർക്ക് ഫോഴ്സിൽ ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കെ ജസ്റ്റ്. ഓക്കെ. അടുത്താണ് തിയറി ഓഫ് ഡ്രെയിൻ. നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വന്തം ദാദാബായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി. ഓക്കെ. ദാദാബായ് നവറോജി എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി മനുഷ്യനാട്ടോ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഡ്രെയിൻ തിയറി ഓഫ് ദാദാബായ് നവറോജി. Dadabhai Navroji was an early pioneer in the study of colonialism and poverty. ദാദാബായ് നവറോജി ആയിരുന്നു ആദ്യത്തെ സമയത്ത് എന്ത് പഠിച്ചിരുന്നത്? കൊളോണിയലിസത്തിനെ കുറിച്ച് പഠിക്കും, ഇവിടുത്തെ പോവർട്ടിനെ കുറിച്ച് പഠിക്കും, ഇവിടെ എന്താണ് കൃത്യമായി ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടെ നടത്തുന്നത്, നമ്മുടെ ലൂട്ട് ചെയ്യാണ്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണെന്ന് പഠിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? ദാദാബായ് നവറോജി. ഹി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ദ main reason behind poverty was a colonial rule that was draining the wealth and prosperity of India. ഇന്ത്യയുടെ വെൽത്ത് അവർ ലൂട്ട് ചെയ്തിട്ട് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഇയാൾ പഠിച്ച് കണ്ടെത്തി. Then the drain of wealth was the portion of India's wealth and economy that foreigners captured. നമ്മുടെ വെൽത്ത് ഫോറിനേഴ്സ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് RP Dutt and MG റാണഡെ. ഈ ഒരു ഇത് നടക്കുന്ന സമയത്ത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു, പഠിക്കാൻ ഉണ്ടായിരുന്ന ആളായിരുന്നു RP Dutt-ഉം MG റാണഡെയും. ഓക്കെ. ദാദാബായ് നവറോജി propounded the drain of wealth theory in 1867. 1867 drain of wealth theory എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവരുന്നത്. മെനി റിസർച്ചേഴ്സ് ഹാവ് ഫർദർ അനലൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ്. മറ്റുള്ള പല റിസർച്ചേഴ്സും ആ ഒരു തിയറി അനലൈസ് ചെയ്തിട്ടുണ്ട് പിന്നീട്. In 1867 ദാദാബായ് നവറോജി proposed what is known as the economic imperialism theory, in which he stated that British economic policies were completely draining India. ഇന്ത്യയെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പോളിസീസ് ആയിരുന്നു, എക്കണോമിക് പോളിസീസ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ തിയറി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ എക്കണോമിക് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. He mentioned this theory in his book Poverty and Un-British Rule in India. Okay. ഓർക്കേണ്ടത് poverty and un-British rule in India. It is also known as the drain theory. Okay. ഡ്രെയിൻ തിയറി മനസ്സിലായല്ലോ? ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ അടുത്താണ് നമുക്ക് നോക്കാനുള്ളതാണ് ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് റൂൾ ഉള്ള സമയത്ത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ദ ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ
എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫസ്റ്റ് ട്രേഡിംഗ് ഫാക്ടറി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ മസൂലിപട്ടണം 1611 മസൂലിപ്പട്ടണം മച്ചിലിപ്പട്ടണം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്താണ് ബ്രിട്ടീഷുകാർ ഫസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി ഉണ്ടാക്കുന്നത്. EIC slowly expanded its trading operations and started factories in various parts of India, including Surat, Madras, Bombay, Calcutta. അങ്ങനെ എന്നത് ഫസ്റ്റ് ഇവർ ഇത് മസൂലി പട്ടണത്തിൽ ഇത് തുടങ്ങി. അതിനുശേഷം ഇവരുടെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്തു, ഇവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്തു അക്രോസ് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിലേക്കും മദ്രാസിലും കൽക്കട്ടയിലേക്കും ഇവർ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം വന്നത് ഒരു ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഇവർക്ക് മനസ്സിലായത് ഇവിടെ ഫുള്ള് നാട്ടുരാജാക്കന്മാർ അപ്പുറം ഇപ്പുറം തല്ലാണ്. നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഭരണം കൈപ്പറ്റാം, ഇവിടെ നമുക്ക് നന്നായിട്ട് ലൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഭരണാധികാരികളുടെ ഇതാണ്, കൈപ്പിഴവ് കൊണ്ടാണ്. ഓക്കെ. EIC വാസ് ബ്രിട്ടീഷ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫൗണ്ടഡ് ഇൻ 1600 ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻ വിത്ത് കൺട്രീസ് ഈസ്റ്റ് ഇൻഡീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ. ഈ ഒരു മേഖലയിലുള്ള കൺട്രികളിൽ ബ്രിട്ടീഷ് ക്വീൻ ആ സമയത്ത് ഒരു ചാർട്ടർ പ്രകാരം ഇറക്കിയ ഒരു കമ്പനിയാണ് EIC കമ്പനി. EIC കമ്പനിയുടെ ആദ്യത്തെ പേര് ജോൺ കമ്പനി എന്നാണ്. ജോൺ കമ്പനി എന്നാണ് EICയുടെ ആദ്യത്തെ പേര്. അപ്പൊ ബ്രിട്ടീഷ് ക്വീൻ ആണ് ഒരു ചാർട്ടർ ഇറക്കി കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഈ ഭാഗത്ത് പോയിട്ട് ട്രേഡ് ചെയ്തോളൂന്നുള്ള അനുമതി കൊടുക്കുകയാണ് ബ്രിട്ടീഷ് ക്വീന് ആ സമയത്ത്. ഓക്കെ. The British successfully eliminated the major trading powers such as പോർച്ചുഗീസ്. ഇവിടെ ആ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടീമാണ് ഈ പോർച്ചുഗീസും ഡച്ചും ഫ്രഞ്ചും. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, വാസ്കോഡ ഗാമ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു. ഫ്രഞ്ചുകാരായിട്ട് ഇന്ത്യയിൽ വൻ യുദ്ധം നടക്കുന്നുണ്ട്. കാരണം ആംഗ്ലോ ഫ്രഞ്ച് വാർ നടക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് കർണാടിക് വാർസ്, പിന്നെ മൈസൂർ വാർ എന്നൊക്കെ പറയുന്നത് ടിപ്പു സുൽത്താനായിട്ട് ഇംഗ്ലീഷുകാരെ ഏറ്റുമുട്ടുന്നെങ്കിൽ ടിപ്പു ഫ്രഞ്ച് ആയിട്ട് ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത്. സോ മനസ്സിലാക്കേണ്ടത് ഫ്രഞ്ച് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് സക്സസ്ഫുള്ളി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡിങ്. ഇവിടെ നമ്മുടെ മോണോപ്പൊളി വേണമെന്നുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി. 1975 ബംഗാളില് നമ്മുടെ സിറാജുദ്ദൗളേനെ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷുകാരുടെ റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ച യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി 1975 ആ ഒരു യുദ്ധത്തോടെയാണ് ഇവിടെ ഒരു ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ബാറ്റിൽ ഓഫ് പ്ലാസിയാണ്. പിന്നെ ഇവർക്ക് റൈറ്റ്സ്, അതായത് ഈ ഒരു ദിവാനി റൈറ്റ്സ് എന്ന് പറയും. അതായത് ഇവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് ദിവാനി റൈറ്റ്സ്. അത് കൊണ്ടുവരുന്നത് ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം 1764 EIC appointed residents in the states of India. The company officials started interfering in the internal affairs of the state. ഇന്ത്യൻ അഫയേഴ്സിൽ ഇടപെടുന്നത് 1764 ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷമാണ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ചെയ്താൽ മതി. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ തൽക്കാലം നമുക്ക് ഇവിടെ സെഷൻ അവസാനിപ്പിക്കാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ വിസ്മയ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ 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 തന്നെ. ഓക്കെ, നമുക്കിവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.